വിഷുവിന് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വീട്ടിൽ പുളിയില്ല, തൽക്കാലം വാങ്ങിക്കാവോ എന്ന് ഭാര്യ ചോദിച്ചപ്പോഴാണ് ഞങ്ങളുടെ വീട്ടുപറമ്പിലെ തെക്ക് കിഴക്കേ മൂലയിലുണ്ടായിരുന്ന വലിയ പുളിമരത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. വലുത് എന്ന് പറഞ്ഞാൽ അത്രയും വലുതായിരുന്നു. 2 പേർക്ക് ചുറ്റിപ്പിടിച്ചാലെത്താത്ത അത്ര വലിയ പുളിമരം. ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല ഒരു സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ ഒരു തണലായിരുന്നു ആ മുത്തശ്ശിമരം. മരം കായ്ക്കുന്ന സമയമായാൽ ഞങ്ങളെല്ലാവരും കൂടുതൽ സമയവും ആ മരത്തിൻ്റെ ചോട്ടിൽ തന്നെയാകും ഉണ്ടാവുക. തെങ്ങിൻ ചോട്ടിൽ നിന്നുള്ള കുറ്റിമാറിക്കളി, കണ്ണാടം പൊത്തിക്കളി, അങ്ങനെ പല കളികളും പുളിപെറുക്കലിൻ്റെയും തിന്നലിൻ്റെയും ഇടയിൽ പുളിമരച്ചോട്ടിൽ വെച്ച് തന്നെ നടക്കുമായിരുന്നു. പകൽ ഞങ്ങളുടെ കൂട്ടുകാരിയായിരുന്നുവെങ്കിലും രാത്രി ഇത്തിരി ഉഗ്രരൂപത്തിലാണ് ഉണ്ടാവുക. അന്തകപ്പക്ഷി എന്ന് വിളിക്കുന്ന നെടുള്ളാനും കൂമനും പുളിമരത്തിൽ സർപ്പമുണ്ട് എന്ന പറച്ചിലുമൊക്കെ സന്ധ്യയായാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുന്നത് പോലും ഇല്ലാണ്ടാക്കിയിരുന്നു. പച്ചപ്പുളി, അരിപ്പുളി, പഴുത്ത പുളി, അങ്ങനെ വിവിധ തരത്തിലുള്ള പുളി കാലത്തിനനുസരിച്ച് ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. പഴുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പുളിങ്കായയാണ് അരിപ്പുളി എന്ന് വിളിക്കുന്നത്. അത് പച്ചപ്പുളിയെപ്പോലെ പച്ച നിറത്തിലായിരിക്കും എങ്കിലും പഴുത്ത പുളിയെപ്പോലെ എളുപ്പം തോട് അടർത്തിയെടുക്കാൻ സാധിക്കും. അരിപ്പുളിയെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും എൻ്റെ വായിൽ കപ്പലോടാനുള്ള വെള്ളം ഊറിക്കഴിഞ്ഞു. എന്ത് സ്വാദാണെന്നോ അരിപ്പുളി കഴിക്കാൻ. മധുരവും പുളിയും ചേർന്നുള്ള ആ രുചി, വായിൽ വെള്ളം ഊറിയിട്ട് പറയാൻ പറ്റുന്നില്ല. അരിപ്പുളി വല്ലപ്പോഴുമേ കിട്ടുള്ളൂ. അരിപ്പുളി തരണേ അണ്ണാറക്കണ്ണ എന്നും പാടി നടക്കും ഞങ്ങൾ. അരിപ്പുളി കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് എന്നും പറയുമായിരുന്നു. വാഴയിലയിൽ കൊണ്ടുവന്ന ഉപ്പുകല്ലിൽ കുത്തി പുളി തിന്നിട്ടുണ്ടോ? അസാധ്യ പുളിയോടൊപ്പം ഉപ്പുരസവും കൂടുമ്പോഴുള്ള സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണത്. മുഖത്തെ മുഴുവൻ മസിലുകളും തളർന്നു പോകും വായിൽ ആ സ്വാദ് വരുമ്പോൾ. കിട്ടുന്ന പച്ചപ്പുളിയും പഴുത്ത പുളിയുമെല്ലാം നല്ലോണം കഴിക്കും. ബാക്കി വരുന്നത് എടുത്തു വയ്ക്കും. നാളെ സ്കൂളിൽ പോയി വിതരണം ചെയ്യാനുള്ളതാണ്. അല്ല, ബാർട്ടർ സമ്പ്രദായത്തിൽ കച്ചവടം നടത്താനുള്ളതാണ്. ക്ലാസ്സിൽ ചിലർ ജാമ്പക്ക കൊണ്ടുവന്നിട്ടുണ്ടാകും. മറ്റു ചിലർ അരിനെല്ലിക്കയും കണ്ണിമാങ്ങയും നെല്ലിക്കയും പിലിമ്പിപ്പുളിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി തിന്നും ഇതൊക്കെ. അങ്ങനെ കണ്ടതൊക്കെ തിന്ന് കിണറ്റിൽ നിന്ന് കോരിയെടുത്ത പച്ചവെള്ളവും കുടിച്ചാൽ അടുത്ത ദിവസത്തെ ശോധന കുശാലായിരിക്കും. പണ്ടത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികളെ പോലെ വലിയ തടിയൊന്നുമില്ലാതെ മെലിഞ്ഞിരിക്കാൻ കാരണവും ഇതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ. പുളി പഴുത്ത് പാകമാവുമ്പോഴുള്ള ഒരു വലിയ ആഘോഷമായിരുന്നു പുളിമരം കുടയുക എന്നത്. കൊക്കയുമായി അച്ചുവേട്ടൻ മരത്തിൻ്റെ ഉയരത്തിലുള്ള കൊമ്പിൽ കയറി ചെറിയ ചെറിയ ചില്ലകൾ കുലുക്കി പഴുത്ത കായകളെ മുഴുവൻ തള്ളിയിടും. മഴ പെയ്യുന്നത് പോലെ നിർത്താതെ പുളി പടപട ശബ്ദത്തോടെ വീണുകൊണ്ടേയിരിക്കും. മരത്തിൻ്റെ ചോട്ടിലൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പുളി തലയിലും മേലുമൊക്കെ വീണ് വേദനയാകുമെങ്കിലും അന്നതൊക്കെ രസമുള്ള വേദനയായിരുന്നു. കാലിനടിയിൽ മുഴുവൻ പഴുത്ത പുളിങ്കായ പറ്റിയിട്ടുണ്ടാകും. നിലത്ത് വീണ കായ ചവിട്ടി മോശമാക്കുന്നതിന് മേലെ ഇരുന്ന് അച്ചുവേട്ടൻ ചീത്ത പറയും. മൂപ്പര് മേലെയല്ലേ ഇരിക്കുന്നത്, താഴെ ഇരിക്കുന്ന ഞങ്ങളുണ്ടോ വില വയ്ക്കുന്നു. പുളി പെറുക്കി കൂട്ടി കുന്നുകളാക്കി വയ്ക്കും. എന്നിട്ട് കൂട്ടകളിലാക്കി വീട്ടിലെ പുറത്തെ മുറികളിൽ നിറയ്ക്കും. 2-3 മുറികൾ നിറയെ പുളിയുണ്ടാകും എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ എത്ര വലുതായിരിക്കും ആ മുത്തശ്ശി പുളിമരമെന്ന്. പുളികുടയിൽ ആഘോഷം കഴിയുന്നതോടെ ഞങ്ങളൊക്കെ വിടവാങ്ങും. പിന്നത്തെ ജോലി മുഴുവൻ അമ്മമ്മയുടേതാണ്. പുളിയുടെ തോട് പൊട്ടിച്ച് ഉണക്കിയെടുത്ത് അതിൻ്റെ നാര് മാറ്റി കുരു പോക്കി അങ്ങനെ എന്തൊക്കെ പ്രോസസ്സുകളാണ്. കല്യാണിയമ്മ, മാധുവമ്മ, ചീരുവമ്മ, അങ്ങനെ ഞങ്ങളുടെ അയൽവാസികളായ അമ്മമ്മയുടെ സുഹൃത്തുക്കളൊക്കെ കൂടും ഇടയ്ക്ക്. എങ്കിലും വലിയൊരളവ് വരെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അമ്മമ്മ തന്നെയായിരുന്നു. രാത്രി വോൾട്ടേജ് വളരെ കുറവുള്ള കാലമായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ എല്ലാവരും കൂടിയിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുട്ടികളും അമ്മായിമാരും എല്ലാവരും ചേർന്നാണ് ഉണങ്ങിയ പുളിയിൽ നിന്നും കുരുപോക്കുക. പിന്നെ കുറേ കാലം പുളിങ്കുരുവാണ് ഞങ്ങളുടെ കൂട്ടുകാർ. ഏട്ടന്മാരും മാമന്മാരും അമ്മായിമാരും അമ്മമ്മയും അമ്മയും ഇളയമ്മയും ചേച്ചിമാരും എല്ലാവരും പുളിങ്കുരു ചൊട്ടുകളിയിൽ കൂടും. അന്ന് സീരിയലും സ്മാർട്ട് ഫോണും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കളിക്കാനൊക്കെ മനസ്സും സമയവും ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പുളിങ്കുരു കൊണ്ടുള്ള കളി. പുളി ഉണ്ടാകുന്ന കാലമല്ല എങ്കിൽ ഈർക്കിൽ കൊണ്ടുള്ള റാണിയും മക്കളും, കൊത്തങ്കല്ല് തുടങ്ങിയവയായിരുന്നു ഇങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോഴുള്ള കളികൾ. പറമ്പ് കൊത്തി കിളച്ചു കഴിഞ്ഞാൽ പയർ വിത്തുകൾ എറിയും പറമ്പ് നിറയെ. പയർ ചെടികൾ
മണ്ണിൻ്റെ വളക്കൂറ് കൂട്ടും എന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ചതാണല്ലോ. അച്ചച്ചൻ പയറുമണികൾ എറിയുന്നത് പോലെ ഒരിക്കൽ ഞാൻ പുളിങ്കുരു ഒരു പറമ്പ് നിറയെ എറിഞ്ഞതിന് അച്ചച്ചൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയില്ല എന്നേയുള്ളൂ. മൂപ്പരുടെ ദേഷ്യത്തിനും ചീത്ത പറച്ചിലിനും ഒരു 1.5 ടൺ കനമാണ്. പറമ്പ് മുഴുവൻ പുളിയുടെ ചെടി പൊടിച്ചതൊന്ന് ഓർത്തു നോക്കൂ. അങ്ങനെ സംഭവിച്ചു. ഓരോന്നോരോന്നായി ഇരുന്ന് പൊരിച്ചു കളയേണ്ടി വന്നു എന്ന് മാത്രം. കാലം കുറേ കഴിഞ്ഞപ്പോൾ മുത്തശ്ശി മരത്തിനും മറ്റെല്ലാവരെയും പോലെ പ്രായമായി. തടിയുടെ ഏറ്റവും താഴെയായി വലിയൊരു പൊത്തുണ്ടായി. മരം പൊട്ടി വീണാൽ അപ്പുറത്തെ പടിഞ്ഞാറായ കൊട്ടാരത്തിലെ വീടിന് തന്നെ ഭീഷണിയാകും എന്നതിനാൽ മുറിച്ചു വിൽക്കേണ്ടി വന്നു. ആർക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത്ര ഉറപ്പാണത്രേ പുളിമരത്തിന്. അതുകൊണ്ട് തന്നെ പുളിമരം ലോറിയുടെ പലക പോലെയുള്ള ദുർലഭം ആവശ്യങ്ങൾക്കേ ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ ഞങ്ങളുടെ പുളിമരത്തെ സിദ്ധാശ്രമത്തിലെ മരുന്നുണ്ടാക്കാനാണ് കൊണ്ടുപോയത്. ലേഹ്യവും കഷായവും ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വിറക് പുളിയുടേതാണത്രേ. അങ്ങനെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ എല്ലാമായിരുന്ന ആ മുത്തശ്ശിക്ക് സിദ്ധാശ്രമത്തിലെ അടുപ്പിൽ ചിതയൊരുങ്ങി. അവർ മറ്റു പലർക്കും അസുഖം മാറ്റാനുള്ള മരുന്നുണ്ടാക്കാനായി സ്വയം എരിഞ്ഞടങ്ങിയില്ലാതെയായി. വെറുമൊരു മരം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് ഇപ്പോൾ ഓർക്കുമ്പോഴാണ് ഞാനും തിരിച്ചറിയുന്നത്. പുറത്തുനിന്നും പുളി വാങ്ങിക്കുക എന്നത് ഇന്നും ഞങ്ങൾക്കെന്തോ വലിയ കുറച്ചിൽ പോലെയാണ്, എന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഒരുപാട് തലമുറയായി ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ളവരും പുളി വാങ്ങിച്ചിട്ടേ ഉണ്ടാകില്ല, ഉറപ്പ്. അത്രമാത്രം സാന്നിധ്യമുണ്ടായിരുന്നു ആ മുത്തശ്ശി മരത്തിന് ഞങ്ങളിൽ. അയൽപക്കത്തും ഞങ്ങളുടെ പറമ്പിലുമൊക്കെ ഇപ്പോഴും ആ മുത്തശ്ശി പുളിമരത്തിൻ്റെ മക്കളുണ്ട്. അമ്മയുടെ പ്രതാപമൊന്നും കിട്ടിയില്ല എങ്കിലും കുറച്ചൊക്കെ ഞങ്ങളെ അവർ സഹായിക്കുന്നുണ്ട് ഇന്നും. ഞങ്ങളുടെ എത്ര തലമുറയെ ആ മരം കണ്ടിട്ടുണ്ടാകാം, സ്നേഹിച്ചിട്ടുണ്ടാകാം. നമ്മളുടെ ചുറ്റുമുള്ള ഓരോ മരങ്ങൾക്കും ഓരോ ജീവികൾക്കും ഓരോ വസ്തുവിനും ഉണ്ടാകും ഇങ്ങനെ ഓരോ കഥകൾ പറയാൻ. അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം. അവരെ കാണാൻ നമ്മുടെ കണ്ണുകളെ പ്രാപ്തരാക്കണം എന്ന് മാത്രം.